ഞാനുള്ളത് കയ്യൂർ വീട്ടിലാണ് കേട്ടോ. പെട്ടെന്നൊന്ന് വീട് വരെ വന്നതാണ്. രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് അമ്മയുടെ കോള് കേട്ടോ. ഞാനെന്തോ അത്യാവശ്യ കാര്യത്തിനാണ് ഓർത്ത് ഫോൺ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോഴാണ് അറിഞ്ഞത് അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയി. ഓണമൊക്കെ ആയിട്ട് വീട്ടിൽ 2-3 ദിവസം മുന്നേ വന്ന് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ജോലി ചെയ്യുന്ന അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പം മൂവാറ്റൂർ വെച്ചിട്ട് അമ്മ കയറിയ ബസ്സിലേക്ക് ഒരു KSRTC വന്ന് ഇടിച്ച് ഒരു ആക്സിഡൻ്റ് ആയി. കേട്ടപ്പോൾ ഒന്ന് പേടിച്ച്. പിന്നെ ഞാനും ഏട്ടയും കൂടെ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് പെട്ടെന്ന് ഉമ്മയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്തോ ദൈവാധീനത്തിന് ഇത്രയൊക്കെ പറ്റിയുള്ളൂ കേട്ടോ. വായിക്കകത്തൊരു 9 സ്റ്റിച്ച് ഉണ്ട്. ഭാഗ്യമുള്ളത് കൊണ്ട് നമ്മുടെ മൂക്കൊന്നും പോയില്ല. ഒരു അരയിഞ്ച് മുകളിലോട്ടോ താഴോട്ടൊക്കെ ആയാൽ നല്ല പണിയായേനെ കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വൈകിട്ടായപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇൻഫെക്ഷനൊന്നും ആകാതെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാസ്കും തുണിയൊക്കെ മറച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വീടും പരിസരവും എല്ലാം ഞാനും ഉമ്മയും കൂടെ നന്നായിട്ട് നടിച്ച് തൂത്ത് തുടച്ചൊക്കെ ഒന്ന് ഇട്ടു. അതിനുശേഷം വന്നിട്ട് ഇതാ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ആകെപ്പാടെ ഒരു കോലത്ത് നിന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുത്തേക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല. ആക്സിഡൻ്റ് ആയി പല്ലിട്ടൊക്കെ ഇടി കിട്ടി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും മൊത്തത്തിൽ ഒന്ന് ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് അമ്മേനെ കണ്ട് ഇത്രയ്ക്കിത്രയല്ലേ വന്നുള്ളൂ എന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കുക്കറിൽ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. മറ്റു ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഇൻഫെക്ഷനൊക്കെ ആവാണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് കുരുമുളകും കപ്പളങ്ങയും പിന്നെ ഇതാ കരുവേപ്പിലയൊക്കെ ഒന്ന് ഒടിക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ എന്തായാലും ഓണത്തിന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോയാലും നാളെ ഞാൻ ഇങ്ങോട്ട് നേരെ വരുന്നതായിരിക്കും. ജ്യോതിയും വരുന്നുണ്ട്. ജ്യോതി ഹോസ്പിറ്റലിലേക്ക് വന്നില്ലായിരുന്നു കേട്ടോ. കാരണം കൊച്ചു കുഞ്ഞാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ നാളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഓണമൊന്നും ഇല്ലെങ്കിലും ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വേഗം തോടിപ്പോയി കുറച്ച് കപ്പളങ്ങയും കരിയാപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വേഗം കയറി വന്നു. ഞാൻ മാത്രമല്ല ഉമ്മയുണ്ടായിരുന്നു. കുറേ കാന്താരി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൂട്ടും കുറേ പറിച്ച്. പണ്ടൊക്കെ കുറേ ദിവസം അടുപ്പിച്ച് കപ്പളങ്ങാക്കറി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രാന്ത് വരുന്നു കേട്ടോ. അമ്മയ്ക്ക് എന്നും ഈ കപ്പളങ്ങാക്കറിയേ ഉള്ളൂ, ഈ കപ്പള ഞങ്ങൾ ഒടിച്ച് കളയും, ഇതിൻ്റെ ചൂട്ടി ചൂടുവെള്ളം ഒഴിക്കും എന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷേ എനിക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കപ്പളങ്ങ, പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ നടുതലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും എന്നും കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ ഇത്തവണയും കൂടെ കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ, എന്തായാലും ദൈവാനുഗ്രഹം ഇത്രയല്ലേ വന്നുള്ളൂ എന്നൊക്കെ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉമ്മ അങ്ങോട്ട് പോയി. ഞാനും ഏട്ടയും കൂടെ നേരെ ഇനി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. അവരുടെ തലയും ചെവിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടാവും. ഇപ്പം എന്തായാലും വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം ചെന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം.